ചേട്ടാ ഈ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള വഴി. ഇന്ത്യൻ മാർക്കറ്റോ? എടോ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ്. ആ അപ്പോൾ കറക്റ്റ് സ്ഥലത്താണല്ലേ. താൻ പുതിയ ആളാണോ? ഞങ്ങൾ ഈ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, എന്നാൽ ഞാനിവിടുത്തെ മെയിനായ കുറച്ച് ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം എന്നാൽ. ഓ താങ്ക് യു, അത് വളരെയധികം ഉപകാരമാവും. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യേണ്ടൊക്കെ അല്ലേ, അപ്പോൾ ആരൊക്കെയൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതായിരിക്കും. സോ ആദ്യം തന്നെ ഞാൻ ഷവമി, ഈ ഇന്ത്യയിലൊക്കെ നമ്മുടെ കുറച്ച് അഫോർഡബിൾ ആയതും അതേപോലെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഫോണ്, അതൊക്കെ ഞാനാണ് ഇറക്കാറ് സാധാരണ. ഓ അഫോർഡബിൾ സെഗ്മെൻറ്റ്, ആഹാ നൈസ്. വിവോയും ഓപ്പോയും പോക്കോ ഒക്കെ നല്ല അഫോർഡബിൾ ആയ ഫോൺസ് ഇറക്കാറുണ്ട് കേട്ടോ. അതാരാ? അതോ അവരെ ഇഗ്നോർ ചെയ്തോ, ഉണ്ടാതിരിക്കണോ? ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതോ അങ്ങേറ്റത്ത് കണ്ടോ ആ മൂലയ്ക്ക്, അവനാണ് സാംസങ്. ദിസ് ഇസ് പെർഫെക്റ്റ്. ഇവരെന്താ ഈ ബുക്ക് തുറന്നും മടക്കി കളിക്കണേ? അയ്യോ എടാ, അത് ബുക്കല്ല, സാംസങ് ഗാലക്സി ഫോൾഡാ. അത് മറ്റേ ബെൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യണമെന്ന് തോന്നണേ, ഇത്തിരി തിരക്കില്ല. ഓ ഗാലക്സി ഫോൾഡ് ആയിരുന്നോ? ഓക്കെ 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 ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതോ അങ്ങേറ്റത്ത് കണ്ടോ, അവനാണ് വൺ പ്ലസ്. എന്ത് പറഞ്ഞാലും നോട്ട് ശരിക്കും പൊളിയാണ്. പൊളിയെന്ന് പറഞ്ഞാൽ മരണ മാസ്. നോടോ എടാ, പുള്ളിയുടെ വൺ പ്ലസ് നോട്ട് സീരീസൊക്കെ പുള്ളി അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ തിരക്കിലാന്ന് തോന്നുന്നത്. ഓ നോട് ആ ഫോണില്ലേ, അങ്ങനെയോ? ഓക്കെ ഓക്കെ. പിന്നെ അതേ അവിടെ എന്തിനാന്ന് എനിക്കറിയില്ല, ആപ്പിൾ തീ വിലക്കുള്ള ഫോൺസാണ് മൂപ്പര് ഇറക്കാറുള്ളത്. ആപ്പിൾ എന്നാലും ഒരു $1 ട്രില്യൺ കമ്പനിയൊക്കെയാണ്. $1 ട്രില്യൺ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കൊല്ലം തൊട്ടിട്ട് അവർ ചാർജർ പോലെ അവിടെ ഫോൺ ബോക്സ് തരുന്നില്ല. പറഞ്ഞ പോലെ ഒരു വഴിക്കാലിക്കുമ്പോൾ അതും ശരിയാ. സോ ഇവരൊക്കെയാണ് മെയിന്. നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞങ്ങൾ ടെസ്ല, ഈ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ അല്ലേ, ആ സംഭവം. ടെസ്ല, ഇലക്ട്രിക് വണ്ടിയൊക്കെ. ഓ മാൻ, ബിഗ് ഫാൻ. ഓ താങ്ക് യു. നമ്മൾ നിങ്ങളുടെ മറ്റേ ആ മോഡൽ 3 ഇല്ലേ, അതേമാ ചെറുതായിട്ടൊരു കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചീപ്പുമാണ്, അതുപോലെ തന്നെ നല്ല വണ്ടിയൊക്കെ കേൾക്കാറുണ്ട്. ഏത് ആ മോഡൽ 3യാ? യെസ് മോഡൽ 3. ചേട്ടൻ ഇപ്പം വാങ്ങിക്കാണ്ടിരിക്കണായിരിക്കും നല്ലത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കാരണം അതിൻ്റെ വില കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു എത്രയാവും? ഒരു 60 lakhs ആയിരിക്കും സ്റ്റാർട്ടിങ്. പക്ഷേ ഞങ്ങളിവിടെ സ്വന്തം നമ്മുടെ ടെസ്ലയുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതൊക്കെ ശരിയായി കഴിഞ്ഞാൽ പ്രൈസൊക്കെ കുറച്ച് കുറയുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നെ നിങ്ങൾ ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ വണ്ടി വാങ്ങിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ഓ യെസ് വെൽക്കം ടു ഇന്ത്യ.